അയോധ്യ തട്ടിപ്പിൽ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയെ പിന്തുണച്ച ഒരു വിഭാഗം ചമ്പത് റായി രാജിവെക്കേണ്ടത് എന്നാണ് ഇവരുടെ നിലപാട്. അതേസമയം അറസ്റ്റിലായ അവിനാശ് ശുക്ലയുടെ ബന്ധത്തിലുള്ള യോഗ സെന്ററിൽ നിന്നും കാണിക്കപ്പെട്ടി കണ്ടെടുത്തു. ക്ഷേത്ര നിയമനങ്ങളിലും കരാർ ജോലികളിലും വലിയ തോതിൽ കമ്മീഷൻ കൈപ്പറ്റിയതായും വിവരമുണ്ട്. അഭിലാഷ് തുടരുന്നുണ്ട്. അഭിലാഷ്, വലിയ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? കൂടുതൽ തട്ടിപ്പുകൾ, ഡോളർ അടക്കമുള്ള പണം പലയിടങ്ങളിൽ നിന്ന് കണ്ടെടുത്തുവെന്ന് വിവരമുണ്ട്. ഒപ്പം ചമ്പത് റായിയെ ഈ വിഷയത്തിൽ ബലിയാടാക്കുന്നുവെന്ന് ഒരു വിഭാഗം പറയുന്നു. എന്താണ് ഇതിൽ വിവരങ്ങൾ? അയോധ്യയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു രാജ്യം കേട്ടുകൊണ്ടിരുന്നത്. എങ്കിൽ ഇപ്പോൾ ഈ ട്രസ്റ്റിനകത്ത് ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരമായി നമുക്ക് ചേർത്ത് വെക്കാനുള്ളത്. അതായത് ജൂലൈ 11 തീയതിയാണ് ട്രസ്റ്റിന്റെ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. പക്ഷേ അത് ജൂലൈ 11 പകരം ജൂലൈ 6 തീയതി ഈ യോഗം ചേരാൻ ഇരിക്കുകയാണ്. ആ യോഗത്തിൽ ഇപ്പോൾ ചമ്പത് റായിയെ പിന്തുണച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ രംഗത്തെത്തുന്നു എന്നത് തീർച്ചയായും വലിയ തോതിൽ ചർച്ചകൾക്ക് വഴിയൊരുക്കിയേക്കും. കാരണം ഈ ചമ്പത് റായിയുടെ ഉൾപ്പെടെയുള്ള രാജി സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ആ യോഗം നിശ്ചയിച്ചിട്ടുള്ളത് എന്നതാണ്. ഇപ്പോൾ ഒരു വിഭാഗം പറയുന്നത് ഇത് ചമ്പത് റായിക്ക് നേരിട്ട് പങ്കൊന്നുമില്ല, അദ്ദേഹത്തെ ചതിക്കുകയായിരുന്നു, അദ്ദേഹം അറിയാതെയാണ് ഈ തരത്തിലുള്ള വലിയ തട്ടിപ്പ് നടന്നത് എന്നും ഗോപാൽ റായും അനിൽ മിശ്രയും ചേർന്നുകൊണ്ടാണ് ഈ തട്ടിപ്പുകൾക്ക് നേതൃത്വം നൽകിയത് എന്നുമുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതേസമയം അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഈ അയോധ്യയിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിരവധിയായ നിയമനങ്ങൾ നടന്നിരുന്നു. ഈ നിയമനങ്ങൾക്ക് അടക്കം വലിയ തോതിലുള്ള തുക കൈക്കൂലിയായി വാങ്ങി എന്നുള്ളതാണ്. ഒപ്പം അയോധ്യയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കരാറുകളിലും വലിയ തോതിലുള്ള കമ്മീഷൻ നേടിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം തന്നെ ചമ്പത് റായിയുടെ ഡ്രൈവറും വിശ്വസ്തനുമായിട്ടുള്ള രാംശങ്കർ യാദവ്, ഈ രാംശങ്കർ യാദവിന് ഈ തട്ടിപ്പുമായി ബന്ധമുണ്ടോ എന്ന സംശയമാണ് പുറത്തു വരുന്നത്. ഒപ്പം മറ്റൊരു വിവരം എന്നത് ഈ തട്ടിപ്പിന്റെ ഭാഗമായി പിടിക്കപ്പെട്ടിട്ടുള്ള അവിനാശ് ശുക്ലയുടെ ബന്ധുവിൻ്റെ നടത്തിപ്പിൽ വരുന്ന ഒരു യോഗ സെന്ററിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തലുണ്ടായിട്ടുള്ളത് അവിടെ ഈ പണപ്പെട്ടികൾ സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ്. ഈ പണപ്പെട്ടികളെല്ലാം തന്നെ ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചി എന്ന നിലയിലുള്ള പണപ്പെട്ടികളാണ്. ഏതാണ്ട് 35 ലക്ഷം രൂപ ഒരു പണപ്പെട്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ്. രാമരാജ്യ കോശ് എന്ന് എഴുതിയിരുന്ന, അതായത് രാമരാജ്യ സംഭാവന എന്ന് എഴുതിയിരുന്ന പെട്ടിയിൽ ഈ QR കോഡുകൾ അടക്കമുണ്ടായിരുന്നു. ഈ QR കോഡിലൂടെ നൽകിയിട്ടുള്ള പണമൊക്കെ ആരുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഒപ്പം തട്ടിപ്പിന് സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവരും പങ്കാളികളായിട്ടുണ്ട് എന്ന സൂചനയാണ് വരുന്നത്. കള്ളപ്പണം വെളുപ്പിക്കാൻ ഈ തട്ടിപ്പിന് പ്രയോജനപ്പെടുത്തിയോ എന്ന സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതോടൊപ്പം തന്നെ CBIയും ഈ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമാകും എന്ന സൂചനകളാണ്. ശരി, അഭിലാഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.